ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. ഞാനിന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ എൻ്റെ വിരലിൽ ഒരു മാന്ത്രിക നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഒരുപാട് പ്രയോജനം കിട്ടിയതാണ്, റിസൾട്ട് കിട്ടിയ ഒന്നാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അത് പൂർണ്ണമാകാത്തത് കൊണ്ടാണ് ഞാനപ്പോൾ അത് മുഴുവനായിട്ട് പറയാതിരുന്നത്. അതെന്താണ് എനിക്ക് കിട്ടിയെന്നും അതിന് എന്താണ് അത് നടന്നതെന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരോട് അത് നമുക്ക് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് പറയണമല്ലോ. അപ്പോൾ അത് ഇന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് 1-ാം തീയതിയാണ്, മെയ് 1-ാം തീയതിയാണ് തുടങ്ങിയത്. എനിക്ക് 16-ാം തീയതി ആയപ്പോഴത്തേനും എനിക്കത് കിട്ടിയായിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ടില്ലായിരുന്നു, കുറച്ചുകൂടി ഒന്നാകണമായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് അപ്പോൾ പറയാതിരുന്നത്. ഇപ്പോൾ എനിക്കത് കംപ്ലീറ്റ് നമ്മുടെ കാര്യം നടന്നു. അതെന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു ചിട്ടി ഉണ്ടായിരുന്നു. ചിട്ടി എന്ന് പറഞ്ഞാൽ അത് 2 ചിട്ടിയായിരുന്നു. ആ ചിട്ടി എന്ന് പറയുന്നത്, നമ്മൾ എല്ലാ മാസവും ആദ്യം ഞാൻ പൈസ കൊണ്ടടയ്ക്കും. പിന്നെ നമ്മൾ 16-ാം തീയതിയാണ് നറുക്കെടുക്കുന്നത്. പക്ഷെ വീടുവാണെങ്കിൽ അറിയിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവാറില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഈ മാസം അത് കിട്ടാൻ അത്യാവശ്യമായിരുന്നു. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച് നമ്മുടെ ആ ഒരു നമ്പർ അത് എഴുതിയതാണ്. എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ പ്രാർത്ഥിച്ച് എഴുതിയിരുന്നു. പക്ഷേ എല്ലാ പ്രാവശ്യവും ഞാൻ ഒരു ആദ്യത്തെ ആഴ്ചയിൽ തന്നെ കൊണ്ടുവന്ന് പൈസ അടയ്ക്കുമായിരുന്നു. ഇപ്രാവശ്യം എന്താണെന്നറിയത്തില്ല, എനിക്ക് അങ്ങോട്ട് പോകാനേ പറ്റുന്നില്ലായിരുന്നു. ലാസ്റ്റ് 16-ാം തീയതി ആയപ്പോഴത്തേനും പൈസ അടച്ചില്ലല്ലോ, എനിക്കത് അത്യാവശ്യമാണ്. നമ്മൾ പൈസ അടച്ചില്ലെങ്കിൽ അവരത് ഇടത്തുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും എന്തായാലും പോയേ പറ്റത്തുള്ളൂ എന്ന് വെച്ചാൽ പല തടസ്സങ്ങളായിരുന്നു നമുക്ക്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും എന്താണേലും ഞാൻ പൈസ അടച്ചെങ്കിൽ മാത്രമേ അവിടെ അത് ഇടത്തുള്ളല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു 3 മണിക്കാണ് അവരത് എടുക്കുന്നത്. ഞാനൊരു 2:50 ആയപ്പോഴേ ഇവിടുന്ന് ഇറങ്ങി പെട്ടെന്ന് ചെന്നപ്പോഴത്തേനും നമ്മൾ പൈസ അടയ്ക്കാൻ ഇച്ചിരി താമസം ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് അതൊക്കെ അടച്ചപ്പോൾ എനിക്കവിടെ ചെന്നപ്പോൾ തന്നെ ഒരു 10-12 പേര് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അടയ്ക്കുന്നവരോട് ചോദിച്ചു, ഇത് നമ്മുടെ ഇപ്പോഴത്തെ ചിട്ടിയുടെ ആണോ എന്ന് വെച്ചപ്പം അവർ പറഞ്ഞു അതാണെന്ന് തോന്നുന്നു, അത് അപ്പുറത്ത് അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ എളുപ്പം ഈ ചിട്ടിയുടെ ആ സ്ലിപ്പും കൊണ്ടുവന്ന് അവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി ഇത് എടുത്തുകൊണ്ടിരിക്കുക, ഇപ്പം നറുക്കെടുപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സത്യത്തിൽ ഇതെന്താണ് എങ്ങനെയാണ് ഇവർ പറഞ്ഞു ഇനി ലേലം വിളിക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കുന്നു എന്ന് ചോദിച്ചു. പക്ഷേ എനിക്കതൊന്നും അറിയത്തേ ഇല്ല, ഞാനിതൊന്നും കണ്ടിട്ട് പോലും ഇല്ല. നമ്മൾ ഈ സിനിമയിലൊക്കെയാണ് സത്യത്തിൽ കണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അത് എനിക്ക് എന്താണെന്നുള്ളത് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എന്നോട് ഇവിടെ ഇരിക്കെ ഇത് കണ്ടിട്ട് നമുക്ക് 1-2 പ്രാവശ്യമായിട്ട് 2 മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കിത് മനസ്സിലായി കഴിഞ്ഞാൽ പിടിക്കാവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ലായിരുന്നു, എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ശരി, ഇത് ഏതായാലും കാണുമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം അവർ ലേലം വിളിക്കാൻ തുടങ്ങി. ലേലം വിളിച്ചപ്പം എന്താണെന്ന് അറിയത്ത് പോലും ഇല്ല, ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പം കുറേ പേരിങ്ങനെ അവർ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഒരു 10-12 പേരിൽ ഒരു 6 പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഞാനും തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാനും പറഞ്ഞ ഒരു 2 പ്രാവശ്യം. അപ്പം ഞാൻ പറയുമ്പോൾ അടുത്ത ആൾക്കാർ അതിൻ്റെ കൂട്ടി ഒരു 100 കൂട്ടി പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഞാൻ അടുത്തിരുന്ന ആളിനോട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഇത് കിട്ടിയിട്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴത്തേനും അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം ഈ പുള്ളി ഒന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാനൊരു സംഖ്യ പറഞ്ഞതിൻ്റെ ബാക്കി ഞാനൊന്ന് പറഞ്ഞായിരുന്നു, പിന്നെ ആരും സംസാരിച്ചിട്ടില്ല ഇവിടെ. അപ്പം എനിക്ക് അതിശയമായി, ഇതാണോ ചിട്ടി പിടിക്കുന്നത് ഇങ്ങനെയാണോ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേ അവരൊരു 3 പ്രാവശ്യം അത് പറഞ്ഞതിന് ശേഷം ഫിക്സ് ചെയ്തു. അപ്പം അവർ പറഞ്ഞു ശരി നമുക്കാണ് തരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം അതറിയാത്ത ഒരു കാര്യം. പിന്നെ ആദ്യമായിട്ട് തന്നെയല്ല ഇത്രയും പേര് 10-12 പേരുണ്ടായിട്ട് പിന്നെ ആരും അത് സംസാരിച്ചുമില്ല. അപ്പം അവർ പറഞ്ഞു വന്ന് ഒപ്പിടാൻ പറഞ്ഞു. ഞാനത് ചെന്ന് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവർ എന്നോട് പറഞ്ഞു വന്ന് ഉടനെ എന്നെ പിടിക്കാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു അടുത്തതും പിടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അതും കൂടി കിട്ടിയാൽ വലിയ അത്യാവശ്യമായിരുന്നു, കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. ശരി, അവിടെ പോയിരുന്നോളാൻ പറഞ്ഞു. അപ്പം അത് ഇവരെ അറിയുന്നില്ല. ഞാൻ അവിടെ ഒപ്പിട്ടിട്ട് തിരിച്ചു വന്നിരുന്ന് കഴിഞ്ഞ് വീണ്ടും അവർ അടുത്ത ചിട്ടിയുടെ ലേലം തുടങ്ങി. ഇതുപോലെ പറഞ്ഞപ്പം ഞാനും കൂടെ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേനും ഇവർക്ക് അന്തം വിട്ടു. ഒന്ന് മേടിച്ചതല്ലേ, പിന്നെ എന്താ ഇങ്ങനെ എന്ന് വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഈ പയ്യൻ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, ചേച്ചിക്ക് വേണ്ടതാണോ? ഞാൻ പറഞ്ഞു എനിക്ക് ഇതും കൂടി കിട്ടിയാൽ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എന്നോട് പറഞ്ഞു ഇത് 2 ഉള്ളോ അതോ ഇനിയും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇത് 2 ഉള്ളൂ. എന്നാൽ ശരി ചേച്ചി പിടിച്ചോളാൻ പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞെങ്കിലും ഞാൻ ഒന്നും കൂടി പറഞ്ഞപ്പോഴത്തേനും അവിടെ പിന്നെയും ആൾക്കാരും പറയുന്നില്ല. അപ്പം എനിക്ക് ടെൻഷനും ഒക്കെ, ഇത് ഇങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത് എന്താണെന്ന് പോലും അറിയത്തില്ല. ഇത് 2 ഉള്ളൂ എങ്കിൽ ഇത് പിടിച്ചോളാൻ പറഞ്ഞു.
എനിക്കും അത്യാവശ്യം ഉള്ളതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതും അവർ 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് പറഞ്ഞു ഒപ്പിടാൻ വരാൻ പറഞ്ഞു. ചെന്ന് ഒപ്പിട്ട് കൊടുത്തു. സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്കറിയത്തില്ല ഇത് എങ്ങനെ സാധിച്ചു എന്നുള്ളത്. കാരണം ഈ 10-12 പേര് ഇരിക്കുന്നു, അതിലെ ഒരു 6 പേര് നല്ല ആക്റ്റീവായിട്ട് അവിടെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പം പറഞ്ഞു ഇനി ഒരെണ്ണം ഉണ്ട്, അത് എനിക്ക് അത്യാവശ്യമാണ്, ഞാനത് പിടിക്കാൻ പോകുന്ന പുള്ളി പറഞ്ഞു. അത് അപ്പോഴത്തേക്കും നമ്മുടെ 2 എണ്ണം കഴിഞ്ഞു. ഞാൻ പിന്നെ അവിടെ ഇരിക്കുമായിരുന്നു. സത്യത്തിലുണ്ടല്ലോ ഞാൻ ഈ ചെയ്തതിൻ്റെ ഒരു പൂർണ്ണ ഇതാണ് അത് അങ്ങനെ സംഭവിച്ചത്. അല്ലെങ്കിൽ എനിക്കിതൊരിക്കലും സാധിക്കുന്നതല്ല. സത്യത്തിൽ ഇത് എങ്ങനെ നടന്നു എന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കാരണം ഈ ചിട്ടി പിടിക്കാന്ന് പറയുന്നത് തന്നെ എനിക്കറിയത്തില്ലായിരുന്നു. ഇത് ശരിക്കും അത് ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം ഞാൻ ഈ നമ്പറിൽ ഇത് എഴുതിയിട്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ചുകൊണ്ടാണ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയായിരുന്നു, വിശ്വസിച്ചുകൊണ്ടാണ് ഇത് എഴുതിയത്. പക്ഷെ അതിൻ്റെ ഫലം തന്നെയാണ് കേട്ടോ. എനിക്ക് 100% അതൊരു വിശ്വാസമാണ്. അങ്ങനെ 16ാമത്തെ ദിവസമാണ് എനിക്കിത് കിട്ടിയത്. പിന്നെയും ഞാനിത് കണ്ടിന്യൂ ചെയ്തു. 21 ദിവസവും ഞാനത് കംപ്ലീറ്റ് എഴുതി. ഇപ്പോഴെൻ്റെ ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് സാധിച്ചു. അപ്പോൾ പറയും 21 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാര്യം സാധിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ തുടങ്ങാവുള്ളൂ എന്ന്. അപ്പോൾ ഇപ്പം 21 തീയതി കഴിഞ്ഞു, പിന്നെ 7 ദിവസം കൂടെ 28 തീയതി കഴിഞ്ഞപ്പം നമ്മളെ ആ ഒരു ഇത് പൂർണ്ണമായി. അപ്പോൾ ഞാൻ വിചാരിച്ചത് മനുഷ്യർക്കല്ലേ ഇനിയും നമുക്ക് പല ആവശ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം നടക്കാനായിട്ട് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടുകാരുമായിട്ട് നമുക്ക് ഇപ്പം നടന്ന ആ സംഭവം നമുക്കത് പറയണമല്ലോ, ഷെയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. എൻ്റെ കൂട്ടുകാർക്കെല്ലാം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നെങ്കിൽ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷകളിലെ വിജയത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കോ വല്ല കടമുണ്ടെങ്കിൽ അത് അങ്ങനെ കല്യാണം അങ്ങനെ എന്ത് കാര്യം നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ട് വിശ്വാസത്തോടെ അത് എഴുതണമെന്നേ ഉള്ളൂ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് സാധിച്ചിരിക്കും. കാരണം ഇപ്പം എനിക്ക് മാത്രമല്ല, ഞാനിത് ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ അനുഭവം കിട്ടി എന്നുള്ളത് നമ്മുടെ പല ചാനലുകൾ വഴിയാണെങ്കിലും അല്ലാതെ നമ്മുടെ ഫ്രണ്ട്സ് വഴി അവർക്കും ഇതൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും അപ്പം അത് എല്ലാവർക്കും ഇങ്ങനെ ഒരു അനുഭവം കിട്ടുന്നുണ്ടാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ച എൻ്റെ കൂട്ടുകാർക്കും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിച്ച് തന്നെ എഴുതണമെന്നേ ഉള്ളൂ. നമ്മുടെ ഇടത് കൈയുടെ മോതിര വരില്ല 12 എന്നാണ് എഴുതേണ്ടത്. അത് ഞാൻ രാവിലെ തന്നെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. പച്ചമഷിയോ അല്ലെങ്കിൽ നീലമഷിയോ കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിത് ഇതിലേതെങ്കിലും ഒരു മഷി വെച്ച് ചെയ്യാം. പച്ചമഷി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, അല്ല നീലമഷി വെച്ചാണെങ്കിൽ അങ്ങനെയും നീലമഷി വെച്ചെഴുതും അനുഭവം കിട്ടിയവരുണ്ട്. അതുകൊണ്ട് നിങ്ങളിത് പൂർണ്ണമായിട്ടും ചെയ്യണം. എല്ലാവർക്കും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കിത് കാര്യങ്ങൾ നടക്കണമല്ലോ. അപ്പോൾ നമുക്കതൊരു വിശ്വാസപൂർവ്വം ചെയ്താൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിച്ചിരിക്കും. അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇനിയും ഞാൻ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടുമ്പം ഞാൻ നിങ്ങളുമായിട്ട് ഇനിയും ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ലേ ഇതേ കണ്ടോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞു പോലും ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം. ബൈ.